കോഴിക്കോട് പന്തീരാങ്കാവ് ബൈപ്പാസിന് നിർമ്മിച്ച സർവീസ് റോഡിന്റെ ഭിത്തി തകർന്നു വീണു. ഇതോടെ സർവീസ് റോഡിലുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. നയൻതാര വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നയൻതാര, എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഗതാഗതം എപ്പോഴത്തേക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്? മാധു, വലിയൊരു അപകടം സംഭവിച്ചിട്ടും ഇതുവരെ അധികൃതരാരും ഈ പരിസരത്ത് പോലും വന്നിട്ടില്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ. ഇനി അപകടം സംഭവിച്ചത് എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്ന് പറയാം. അതായത് കോഴിക്കോട് കൊടൽനടക്കാവിലെ ദേശീയപാതയുടെ സർവീസ് റോഡാണ്. സർവീസ് റോഡിൻ്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞ് താഴേക്ക് വീണിരിക്കുന്നത്. ഏകദേശം 9ഓളം വീട് ഈ പരിസരത്തുണ്ട്. ഈ വീടുകൾക്കൊക്കെ വലിയ രീതിയിലുള്ള കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമാണ്. വലിയ ഒരു 20 അടി ഉയരത്തിലുള്ള സർവീസ് റോഡാണിത്. ഈ ഒരു സർവീസ് റോഡാണ് ഇടിഞ്ഞ് താഴേക്ക് വീണിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ സംരക്ഷണ ഭിത്തിയിലും അതുപോലെ തന്നെ ഈ സർവീസ് റോഡിലും വിടവ് സംഭവിച്ചിരുന്നു. ഇത് അധികൃതരെ അറിയിച്ചിരുന്നു. എന്നാൽ അവർ ഇവിടെ വന്ന് ഒരു തട്ടിക്കൂട്ട്, അതായത് അങ്ങനെയാണ് നാട്ടുകാർ പറയുന്നത്, അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് ഇവിടുന്ന് മടങ്ങാണ് ചെയ്തതെന്ന് പറഞ്ഞത്. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴയാണ്. ആ മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രദേശവാസികളോട് ചോദിക്കാം. എപ്പോഴാണ് അപകടം സംഭവിക്കുന്നത്? ഇന്നലെ രാത്രി 9:30 മണിയോട് കൂടിയിട്ടാണ് അപകടം ഉണ്ടായത്. പെട്ടെന്ന് ഈ വാള് പൊട്ടി വീണത്. അതിന് മുമ്പേ തന്നെ, മാസങ്ങൾക്ക് മുമ്പേ ഈ റീറ്റെയിൻ വാളിന് പൊട്ടുണ്ടായിരുന്നു. ആ പൊട്ട് ഞങ്ങൾ നിരന്തരം അധികൃതരെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ അധികൃതർ ഇതിനായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരികയും എന്നിട്ട് അവർ പറയുന്നത് ഈ പൊട്ടിൽ ഗ്രൗട്ട് വെച്ചാൽ മതി, യാതൊരു അപകടം ഉണ്ടാവില്ല, വളരെ സേഫാണെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ നിരന്തരം സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ നാട്ടിലെ ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെർട്സിനായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചോദിച്ച സമയത്ത് മാക്സിമം 3 മീറ്റർ ഹൈറ്റിൽ പൊക്കാനുള്ള കമ്പിയേ ഉള്ളൂ, ഏറ്റവും കമ്പി. അത് ഇത്ര 7 മീറ്റർ കൂടുതൽ ഹൈറ്റിൽ പൊക്കിയത് കൊണ്ട് ഈ കമ്പിയിൽ ഇത് താങ്ങൂല എന്നുള്ളത് നാട്ടുകാർ പറഞ്ഞു. ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ, നേരത്തെ ഇവിടെ ഈ റോഡ് വർക്ക് ശ്രീധന്യ കൺസ്ട്രക്ഷനും അതോടൊപ്പം തന്നെ ഊരാളുങ്കലും ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അവർ നാട്ടുകാരായിട്ട് കൂടി ആലോചിച്ച് 2 ഭാഗത്തുള്ള മലകളത്, ആ മലേൻ്റെ സൈഡിൽ കൂടെ വരുന്ന വെള്ളം, കൈവഴികൾ, തോടുകൾ, ഇതൊക്കെ എങ്ങനെയാണെന്നതിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടാണ് പണി ചെയ്തത്. വളരെ നല്ല രീതിയിൽ പണി ചെയ്ത് പോയതാണ് അവർ. പക്ഷേ ഈ KMCയുടെ കമ്പനി നാട്ടുകാരായിട്ട് ഒരു കാര്യം ആലോചിക്കുക, സംസാരിക്കില്ല, മൈൻഡ് ചെയ്യില്ല. അവരുടേതായ രീതിയിൽ മാത്രം പോവുകയാണ്. ഞങ്ങൾ നിരന്തരം അവരായിട്ട് ഞങ്ങൾ സമീപിക്കേണ്ടായിരുന്നു. വിടവ് സംഭവിച്ചപ്പോൾ നിങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നില്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ ആ വിടവ് സംഭവിച്ചപ്പോൾ അറിയിച്ചിരുന്നു. അതിൻ്റെ ഫോട്ടോ എടുത്ത് ഞങ്ങൾ അയച്ചു. കലക്ടർക്ക് വരെ ഞങ്ങൾ അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തു. MP ഉണ്ടായിരുന്നു, MLA ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് നിരന്തരം ഇവിടെ വന്നിരുന്നു. അവരുടെ ഭാഗത്തു നിന്നൊക്കെ വളരെയധികം ആവേശത്തോടു കൂടി തന്നെ ഇതിനെ ഞങ്ങളോട് ഒരു നടപടി സ്വീകരിച്ചില്ല. അത് മാത്രമല്ല, വീണ്ടും പൊക്കുക, ഇതിങ്ങനെ ഷീറ്റ് വെച്ച് പൊക്കിക്കൊണ്ടിരിക്കണമെന്ന് ഞങ്ങൾ തടഞ്ഞു. ഇനി പൊക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇനി ക്രാഷ് ബാരൽ മുകളിൽ വരും, അത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് പോയതിന് ശേഷം വീണ്ടും അവർ പൊക്കി ഒരു ലെയറും കൂടി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഷീറ്റ് ഞങ്ങൾ തന്നെ മാറ്റേണ്ടി വന്നു. അതുകൊണ്ടാണ് വലിയൊരു അപകടം നേരത്തെ ഒഴിവായിപ്പോയത്. ഇതിപ്പോൾ എന്താ വെച്ചാൽ, ഇത് നേരത്തെ ഈ റോഡ് താന്നതുകൊണ്ട് ഇങ്ങനൊരു ദുരന്തം വരാനുണ്ട് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ആൾക്കാർക്ക് വേറെ പ്രയാസമില്ലാണ്ടായി പോയത്. ഒരാൾക്ക് പരിക്ക് പറ്റി, നമ്മളൊരു ജേഷനുണ്ട്, പരിക്ക് പറ്റിയിട്ട് മെഡിക്കൽ കോളേജിലാണ് കാല് തുന്നിട്ടിട്ട്. ഈ സമയത്ത് വാഹനങ്ങളോ മറ്റോ കടന്നുപോയി. വാഹനങ്ങൾ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സമയം ഒരു ആംബുലൻസ് ഈ സമയത്ത് ഇന്നലെ രാത്രി പോകുന്ന സമയത്ത് ഇവിടെയായിരുന്നു ആംബുലൻസ് ചെരിഞ്ഞുപോയി. അങ്ങനെ രാത്രി 2 മണിയോട് കൂടിയാണ് ക്രെയിൻ കൊണ്ടുപോയിട്ട് ആംബുലൻസ് പൊക്കിയത്. രോഗിയെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു. ആ സമയത്താണ് ആംബുലൻസ് കടന്നു പോകുമ്പോഴാണ് ഇത് മറിഞ്ഞത്. ആ സമയത്ത് ജനങ്ങൾ പറയുന്നത് ഒരു സർവീസ് റോഡ് അപ്പാടെ ഇടിഞ്ഞു പോകുന്നു.